സിദാസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് റെഡ് വെൽവെറ്റ് കേക്ക്, ക്യാരറ്റ് കേക്ക് പോലുള്ള കേക്കുകൾക്കാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. രണ്ട് മെത്തേഡുകളിലായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ക്രീം ചീസ് 225 ഗ്രാം ക്രീം ചീസ്, അൺസോൾട്ടഡ് ബട്ടർ 150 ഗ്രാം, പിന്നെ വേണ്ടത് പൗഡേർഡ് ഷുഗറാണ് 1.5 കപ്പ്, അതുപോലെ തന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ. ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത്. ക്രീം ചീസും ബട്ടറും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിൽ ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുമൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ വെച്ച് അതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്യാം. ക്രീം ചീസ് ആഡ് ചെയ്തതിന് ശേഷം കുറഞ്ഞ സമയം മതി, കുറച്ച് സമയം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറിൻ്റെ അത്രയും സമയം ക്രീം ചീസ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ മുഴുവൻ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും ക്രീം ചീസും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡർഡ് ഷുഗർ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ പഞ്ചസാര ഇളക്കി യോജിപ്പിച്ചാൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ക്രീം ചീസ് 110 ഗ്രാം, ബട്ടർ 50 ഗ്രാം, അതുപോലെ തന്നെ ഐസിങ് ഷുഗർ 3/4 കപ്പ്, പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് 1 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം, വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഒരു ബൗളെടുത്തിട്ട് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബട്ടർ ബീറ്റായിട്ട് വരണം. ബട്ടർ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം ചീസും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ടും മിക്സായി വരണം, നന്നായിട്ട് മിക്സായിട്ട് വരണം.
ഇനി ഇതിലേക്ക് ഐസിങ് ഷുഗർ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഐസിങ് ഷുഗർ ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. ഇനിയൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുത്താൽ ക്രീം ചീസ് ഫ്രോസ്റ്റി റെഡിയായി. ഇത് ആദ്യത്തെ മെത്തേഡ് ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കൂടാതെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്